ഹായ് ഗായ്സ്, ഇപ്പോൾ ചക്കയും മാങ്ങയാണ് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ടൈമിൽ പ്രകൃതിയോടൊപ്പം നമ്മളും ആഘോഷിക്കും അല്ലേ. ട്രഡീഷണലി നമ്മുടെ നാട്ടിൽ മാങ്ങാത്തിരി ഉണ്ടാക്കും അല്ലേ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. മാങ്ങ വെറുതെ കഴിച്ചും ജ്യൂസ് അടിച്ച് കുടിച്ചൊക്കെ മട്ടിച്ചു. എന്നാൽ നമുക്കിന്ന് മാങ്ങാത്തരി ഉണ്ടാക്കാം. പറമ്പിൽ നിന്ന് കുറച്ച് മാങ്ങാപ്പഴം കിട്ടിയപ്പം അത് ഇതുപോലെ കഴുകി തുടച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തു കേട്ടോ. നാട്ടിലില്ലാത്ത എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാട്ടോ എൻ്റെ ഈ ഫസ്റ്റ് ട്രൈ മാങ്ങാത്തിര. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കണം. പണ്ടൊക്കെ ട്രഡീഷണലായിട്ട് പായലും മുറത്തിലൊക്കെയാണ് മാങ്ങാത്തരി ഉണ്ടാക്കിയിരുന്നതെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഇയറിലേക്ക് സൂക്ഷിക്കാമെന്നും നമുക്ക് പുട്ടിൻ്റെ കൂടെയും അവിലിൻ്റെ കൂടെയും പിന്നെ തേങ്ങ ചിരകിയിട്ടും ഒക്കെ കഴിക്കാൻ ഭയങ്കര സ്വാദിഷ്ടമാണ് ഈ മാങ്ങാത്തിര. ഇതിലുള്ള വെള്ളമയം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കണം. അത് കഴിഞ്ഞാൽ ആവശ്യമെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് ഷുഗർ ഒന്ന് മിക്സ് ആവുന്നത് വരെ വരട്ടിയാൽ മതി. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമെങ്കിൽ നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ ഏലക്കയുടെ ടേസ്റ്റിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് ഇല്ലാതാക്കും തോന്നിയുകൊണ്ട് ഞാൻ ഏലക്കാപ്പൊടി ഇട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. നാരങ്ങാനീര് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവുന്ന പോലെ തോന്നി. പിന്നെ അതൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അധികമൊന്നും വേണ്ട, ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന പോലെ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയാണ് സോൾട്ട് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേനും നമുക്കിത് തണുക്കാനായിട്ട് വാങ്ങി വെക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയർ മാങ്ങാപ്പഴം കിട്ടിയില്ലെങ്കിലും മാങ്ങാത്തര കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്ത് വരുമ്പം നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പലരും ഗീ കാര്യങ്ങളൊക്കെ തേക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഓയിലാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഒഴിച്ച് നന്നായിട്ട് പരത്തി കൊടുക്കണം. ഇപ്പോഴത്തെ ഈ ചൂടിന് എന്തായാലും 2-3 ദിവസം കൊണ്ട് മാങ്ങാത്തിര റെഡിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. കട്ടി കുറച്ച് പരത്തി കൊടുത്താൽ എത്രയും പെട്ടെന്ന് മാങ്ങാത്തിര നമുക്ക് ഡ്രൈ ആയി കിട്ടും. അതേസമയം കുറച്ചുകൂടി കട്ടിയുള്ളതിനാണ് രുചിയെന്നാണ് എനിക്ക് തോന്നുന്നത്. 5-6 വലിയ മാങ്ങകളുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള മാങ്ങാത്തിര ഉണ്ടാക്കിയെടുക്കാം. അടുത്ത വർഷത്തേന് ശേഖരിക്കാനാണെങ്കിൽ കുറച്ചും കൂടി അധികം ക്വാണ്ടിറ്റി മാങ്ങ എടുത്തതിന് ശേഷം ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പോൾ മാങ്ങാത്തിര നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാം. പൊതുവേ കൂടുതൽ നനവുള്ള പാത്രങ്ങളൊന്നും ഉപയോഗിക്കാതിരുന്നാൽ അതിൽ ഫംഗസ് ബാക്ടീരിയാസ് ഒന്നും കയറത്തില്ല. പിന്നെ ഇതുപോലെ തന്നെ സ്റ്റോറേജ് ചെയ്യുമ്പോഴും നല്ല കണ്ടെയ്നറിൽ, നല്ല അടച്ചുറപ്പുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്താൽ മതി. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആണെങ്കിലും അല്ലെങ്കിലും ഞാനിത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഫൈനൽ റിസൾട്ട് എന്താവുമെന്ന് അറിയില്ലെങ്കിലും ഇത് ഞാൻ ചേച്ചിക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതാണ്. അഥവാ ഫെയിലിയർ ആയാൽ ഇത് നമുക്ക് കഴിക്കാം. മാങ്ങാപ്പഴം കിട്ടുമ്പോഴല്ലേ നമുക്കിതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് പറ്റൂ. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ശരിയാകോ ഇല്ലയോ എന്ന് യാതൊരുവിധ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആരും കാണാതെയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.